ഒരു ദിവസം വഴക്കാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ ചേട്ടനും അനിയനും തമ്മിൽ. ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ്. എന്നാൽ പിന്നെ ആ സ്നേഹം പോണേക്ക് മുമ്പ് തന്നെ സൈഡിൽ കൂടെ ഞാൻ എൻ്റെ പണികളും നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നത് അത് അലക്കാനിടാലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് കേട്ടോ. അവിടെ അമ്മേനാക്കിയിട്ടാണ് വന്നത്. കാരണം ഇവരൊറ്റയ്ക്ക് നിർത്താനായിട്ട് പറ്റില്ല. ഒറ്റയ്ക്ക് നിർത്തിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അടിയൊന്നും ഉണ്ടാക്കില്ല, ഭയങ്കര സ്നേഹമാണല്ലോ എന്ന്. പക്ഷെ നമ്മളൊന്ന് പോയി വിത്തിൻ സെക്കൻഡ്സ് ആയിരിക്കും അവിടെ അടിപൊട്ടുണ്ടാവുക. അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ കൊണ്ടൊന്നും പറ്റൂല. ഞാനും അമ്മ ഉണ്ടായിട്ട് തന്നെ അവന്മാർ അടി പൊട്ടിക്കണം. അപ്പോൾ പിന്നെ ഒരാളെ കൊണ്ട് എൻ്റെ പൊന്നെ എനിക്കറിയാൻ പാടില്ല ഇതെന്ത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ തുണി അലക്കാനിട്ടിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് മൂവി ഒന്ന് കാണാനിരുന്നതേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. എന്തോ ഭാഗ്യത്തിന് ഇവന്മാർ മാറ്റാനൊന്നും പറഞ്ഞില്ല കേട്ടോ. അവരവരുടേതായിട്ടുള്ള കളികൾ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണ കാരണം തോന്നുന്നുണ്ട്. ഡോണു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഡോണുവിന് ഫൈറ്റ് സീനൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പരമാവധി ഞാൻ ഇവരുടെ മുന്നിൽ നിന്ന് ഫൈറ്റ് സീനൊക്കെ ഒഴിവാക്കും. കാരണം അത് ഇവന്മാർ ഇവിടെ ഇങ്ങനെ പ്രാവർത്തികമാക്കാനായിട്ട് ഇടയ്ക്ക് നോക്കാറുണ്ട്. അത് കാരണം ഞാൻ അങ്ങനത്തെ മൂവീസൊന്നും ഞാൻ ഇവന്മാരുടെ മുന്നിൽ അധികം വെക്കാൻ നോക്കില്ല. ഇപ്പോൾ ഈ മൂവിയിൽ തന്നെ ആ ഫൈറ്റ് സീൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ മാക്സിമം അത് അടിച്ച് കളയാനാണ് നോക്കിയത്. ഒരു സിനിമ, അതും ആണ്ടിൽ സംക്രാന്തിക്കാണ് ഇവന്മാർ സമ്മതിക്കുക സിനിമ വെച്ചോളാനായിട്ട്. അതൊന്ന് കാണാൻ വേണ്ടി ഇരുന്നതാണ് ഈ കാണുന്നത്. മേത്ത് കയറി മറയാ, തലേ കയറി നിരങ്ങ. എൻ്റെ അപ്പോൾ ഇനി ആൺപിള്ളേരുള്ള അമ്മമാരെ സമ്മതിക്കണം. എനിക്കറിയാൻ പാടില്ല കേട്ടോ പെൺപിള്ളേരുള്ള അമ്മമാർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടോയെന്ന്. അങ്ങനെ ഉണ്ടാവണവരുണ്ടാവും. പക്ഷേ ഇവർ രണ്ടുപേരുണ്ടല്ലോ, മേത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. എൻ്റെ പൊന്നോ, ഇതൊന്നും അറിയാണ്ട് ചാച്ചൻ അവിടെ കിടന്നുറങ്ങായിരുന്നു. അങ്ങനെ എണീറ്റ് ഫുഡും കഴിച്ചിട്ട് ചാച്ചൻ്റെ ജോലിക്ക് പോവാണ് കേട്ടോ. ചാച്ചൻ വെളുപ്പിനെ പോയിട്ട് ഉച്ചയായപ്പോഴാണല്ലോ വന്നത്. ഉച്ചയല്ല, ഇന്നൊരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും വന്നു. ഒരു 2 മണിയായപ്പോഴേക്കും ആൾ തിരിച്ചു പോയിട്ടോ ഉച്ചയ്ക്ക്. അപ്പോഴത്തേക്കും ഏതപ്പനും ഡോണും ചാച്ചനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അറ്റം വരേക്ക് പോകും. അതായത് ലിഫ്റ്റ് ഓപ്പൺ ആവണ വരേക്കും അവർ രണ്ടുപേരും പോയി ഉമ്മയൊക്കെ കൊടുക്കൂട്ടാ. ഡോണുവിനാണെന്നുണ്ടെങ്കിൽ സ്നേഹം മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്ക് ഉമ്മ വയ്ക്കണേന്നൊന്നും അറിയാൻ പറ്റില്ല. അവന് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്, നമ്മുടെ തല ഒടിച്ചങ്ങ് കളയും. അത്രയും അവൻ ബലത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഉമ്മയൊക്കെ തരും കേട്ടോ. പപ്പ വരുമ്പോൾ പാപ്പം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വിടണത് തന്നെ. അതുകൊണ്ട് തന്നെ പാതിരാത്രി ആയാലും ചാച്ചൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും. ഡോണുവിനാണെന്നുണ്ടെങ്കിൽ ചാച്ചൻ്റെ കൂടെ ജിമ്മിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറുതെ ഒന്ന് ഡോണുവിനോട് ചോദിച്ചാൽ മതി നീ ജിമ്മിലേക്ക് വരണുണ്ടോയെന്ന്. അപ്പോഴത്തേക്കും ഡോണു എന്ന് പറഞ്ഞിട്ട് ഒരുങ്ങി നിൽക്കും കേട്ടോ. വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് നേരത്തെ വരുന്ന ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അച്ഛൻ അവനെ കൊണ്ടുപോകും. അല്ലാത്ത ദിവസങ്ങളിൽ കൊണ്ടുപോയില്ല. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇനി വരുന്നത് രാത്രി 11 മണി 11:30 ആവും. അത് കാരണം പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ലിഫ്റ്റ് ഓപ്പൺ ആവണ വരേക്കും ചെക്കന്മാർ പോയി ഉമ്മയും ബൈബൈയൊക്കെ കൊടുത്തിട്ട് വരികയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.